സ്നേഹം, മഹബത്ത് നിങ്ങൾ എന്നോട് ചോദിച്ചോളി, ഞാൻ തരാമെന്ന് പടച്ചോൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചോദ്യം മുഴുവൻ ആരോടാണ്? പടച്ചോനോട്. ഒരു പടപ്പിനോട് നമ്മൾ ചോദിക്കൂല. അത് ഈ ഹയവാന്മാർ വെറുതെ പറഞ്ഞിട്ടുണ്ടാക്കാണ്. യാ വലിയൽ ഹസനാത്തി യാ റഫി അദ്ദറജാത്തി അല്ലേ? നമ്മൾ അല്ലേ മൗലിദിൻ്റെ യാ നബി പാടിയിട്ട് അവസാനം ദ്വാരക്കുമല്ലോ, റബ്ബന റഹംനാ ജമീഅ നമ്മൾ ദ്വാരക്കുമല്ലോ. ഇതൊക്കെ നബിയോടാണെന്നാണ് ഇവർ പറയുന്നത്. ലോക വിഡിത്തല്ലേ പറയുന്നത്? നബിയോടാണ് ദ്വാരക്കുന്നത്. നമ്മൾ അങ്ങോട്ട് പറയണ കുൽഹു അല്ലാഹു അഹദ്, നിസ്കാരം 5 വഖത്താകുന്നു, അതാണ് അതിൻ്റെ അർത്ഥം. അങ്ങോട്ട് പറയാൻ തന്നെ മൗലിദിൻ്റെ ഒരു വരി പോയിട്ട് ഒരക്ഷരത്തിൽ പോലും ശിർക്കിൻ്റെ ഒരു നിഴൽ പോലും ഇല്ല. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, റിയാക്റ്റീവ് വീഡിയോസിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മൗലിദിൽ ഷിർക്കുണ്ടോ ഷിർക്കില്ലേ എന്നുള്ളതൊക്കെ കുറേ ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും ചില ആളുകൾ നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ അയച്ചു തന്നുകൊണ്ട് ഇത് പറയിപ്പിക്കുക എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. ഇത് ഒരു മുസ്ലിയാർ പറയുന്ന ഒരു വീഡിയോ ഒരാളെനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആ വീഡിയോയുടെ ടൈറ്റില് മൗലിദിൽ ഷിർക്കുണ്ടെന്ന് തെളിയിക്കാൻ ഉമ്മയുടെ മുലപ്പാല് കുടിച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ വീഡിയോയുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്, ടൈറ്റിൽ ഫുള്ളായിട്ട് വരുന്നുണ്ട്. അത് മാത്രമല്ല ഈ വീഡിയോയിൽ എന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഹാഷ്ടാഗ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല മുജാഹിദ് മൗലവി മൻസൂർ മണ്ണാർക്കാടിന് പോലും മറുപടി പറയാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പ്രിയമുള്ളവരെ അതൊക്കെ ഇതിൽ കാണിക്കുന്നതാണ്. ഈ മുസ്ലിയാർ ഇവിടെ പറഞ്ഞത് മൗലൂദിൽ ഷിർക്കുണ്ടോ എന്നുള്ളതാണ്. മൗലൂദ് മുഴുവനായിട്ടും ഷിർക്കാണെന്നൊന്നും ആരും പറയുന്നതായിട്ട് എനിക്കറിയില്ല. മൗലൂദിൽ ഷിർക്കിൻ്റെ വരികളുണ്ട്. അത് ഓരോ മൗലൂദുകളായിട്ട് നമ്മൾ എടുത്ത് കാണിക്കാറുണ്ട്. ഷിർക്കിൻ്റെ വരികൾ എന്ന പോലെ തന്നെ മൗലൂദുകളിൽ പല മൗലൂദുകളിലും അതിൻ്റെ ഇക്കായത്തിലും അതിൻ്റെ ചൊല്ലിപ്പറയുന്ന വരികളിലും ആ ഗദ്യത്തിലും പദ്യത്തിലും എല്ലാം തന്നെ കള്ളക്കഥകൾ നിറഞ്ഞിരിക്കുന്നുണ്ട്. അതാണ് കൂടുതലായിട്ട് പറയാറുള്ളത്. ഷിർക്കിൻ്റെ വരിയുണ്ടോ? ഉണ്ട്. ഏറ്റവും കൂടുതൽ കള്ളക്കഥകളാണ് അതിലുള്ളത്. ഇസ്ലാമുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ലാത്ത ഒരു സംഭവവും സംവിധാനമാണ്. 4 സലാത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അതൊക്കെ സത്യസമ്പൂർണ്ണമാവുമല്ലോ. എന്തായാലും അദ്ദേഹം പറയട്ടെ. ലോകത്ത് തെളിയിക്കാൻ പറ്റില്ല, തെളിയിക്കാൻ പറ്റും, അവർക്ക് തന്നെ തെളിയിക്കാൻ പറ്റും. ആ പറയുന്നത് അവർ തന്നെ അർത്ഥം പറയാ. അത് മൗലിദിൻ്റെ അർത്ഥാകണ്ടേ? മങ്കൂസ് മൗലിദി മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ മങ്കൂസ് മൗലിദി രചിച്ചല്ലോ. എവിടെ നിന്ന് നോക്കിയാൽ പകർത്തിയത്? ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല അദ്ദേഹമാണ് മങ്കൂസ് മൗലൂദ് രചിച്ചത് എന്ന് ആധികാരികമായിട്ട് ഇന്നേ വരെ ഒരു മൗലിയാർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ പച്ചക്കള്ളം പറയുവാനും ഷിർക്കിനെയും ബിദ്അത്തിനെയും ഒക്കെ കുട്ടിയടിക്കാനും രാവിലെ കണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. വൈകുന്നേരം വരെ അത് തന്നെ പരിപാടി, പിറ്റേ ദിവസം നേരം വെളുത്താലും ഇത് തന്നെ പരിപാടി. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പറഞ്ഞോളൂ. അപ്പോൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. മനസ്സിലാക്കുക, പോയിന്റ് മനസ്സിലാക്കുക. സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ല അദ്ദേഹമാണ് ഈ പറയപ്പെട്ട മങ്കൂസ് മൗലൂദ് രചിച്ചത് എന്ന് പറയപ്പെടുന്നുണ്ട്. തെളിവില്ല. അത് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഇനി അത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ബോർഡും പറയും. ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വരി നോക്കിയിട്ട് പകർത്തിയതാണ് അതൊക്കെ. ഇമാം ഗസാലി എന്ന് പറയുന്ന പണ്ഡിതന്റെ അദ്ദേഹത്തിന്റെ വരി നോക്കിയിട്ടാണ് അത്രേ അത് പകർത്തിയിട്ടുള്ളത്. ഏതെന്നാ വരി എന്ന് പറഞ്ഞൂടെ വൈലിയരങ്ങൾക്ക് പറയാൻ നോക്കാം നമുക്ക്. ചില്ലറ ആളുകൾ എഴുതിയതല്ല അതൊന്നും. നല്ല പവറല്ലേ. മൗലിദ് ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്ക് അള്ളാഹുവിൻ്റെ മാലാഖമാർ എവിടെ ഇരുന്ന് ചൊല്ലിയാലും, സദസ്സിൽ ചൊല്ലിയാലും, പള്ളി ചൊല്ലിയാലും, വീട്ടിൽ ചൊല്ലിയാലും, മൗലിദ് ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൺലൈനിൽ നോക്കിയിട്ടാണ് ചെല്ലുന്നത്, അല്ലെങ്കിൽ ഓഫ്ലൈനാണ് ചെല്ലുന്നത്. ചൊല്ലി തുടങ്ങുമ്പോഴേക്കും മലക്കുകൾ അവിടെ നിന്നിട്ട് പൊതിയുന്നല്ലേ മഹാന്മാർ പറഞ്ഞത്? ഏത് മഹാനാണ് പറഞ്ഞത്? അങ്ങനെ ഒരു മഹാൻ പറയണമെങ്കിൽ ഒരായത്ത് വേണം. മലക്കവിടെ വരൂല എന്നുള്ളത് ഒരു ആയത്ത് വേണം, ഹദീസ് വേണം. ഇനി ആയത്തിൻ്റെയോ ഹദീസിൻ്റെയോ അടിസ്ഥാനത്തിലാണെങ്കിൽ മൗലൂദ് എന്നുള്ള ആ വിഷയത്തെക്കുറിച്ച് അള്ളാഹിൻ്റെ ഖുർആനിൽ ഒരു ആയത്തുമില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കുമില്ല. കാരണം അത് അള്ളാഹിൻ്റെ റസൂലിനും സ്വഹാബത്തിനും അറിയില്ലായിരുന്നു. വേഗം പറഞ്ഞു പോകുകയാണ്. പറയും മൗലിയരെ. മലക്കൽ അവിടെ നിന്നിട്ട് പൊതിയോ അത്രേ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നമുക്ക് വേണ്ടി ദുആ ചെയ്യും എന്നൊക്കെ ഇമാമികൾ ചർച്ച ചെയ്തിട്ടില്ലേ? ജിബ്രീലിനെ ദുആ കിട്ടും അത്രേ വീട്ടിൽ മൗലിദ് കഴിച്ചാൽ. ഇതൊക്കെ ഷിർക്കാണ് കിർക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഷിർക്ക് മാത്രമല്ല, ഇത് കിർക്കും കൂടിയാണ്. കിർക്ക് തന്നെയാണിത്. എന്താണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഉത്തരവാദിത്വം? നിങ്ങൾ ഏതെങ്കിലും പച്ച നോണയും പച്ച ഷിർക്കും വിദഗ്ധത്തും പാടി പറയുന്നോർത്ത് വന്നിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ദുആ ചെയ്യല, എന്നിട്ട് അത് കണ്ടു കേട്ടു എന്നൊക്കെ പറയണ പച്ച നോണ അത് നിങ്ങൾ വിശ്വസിച്ചോളേ. നിങ്ങൾക്ക് കിർക്കാണ്. ഈ മുമ്പിലിരിക്കുന്ന സാധുക്കളെയും കൂടി നിങ്ങളത് ചെയ്യിപ്പിക്കണോ? പറയും വേഗം പറഞ്ഞു പോകാണ്ടല്ലേ, തെറ്റിദ്ധരിക്കരുത്. ഈ പിശാജ് നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കാതിരിക്കുന്നതാണ്. അതിന് അത്ര പരിഗണിച്ചാൽ മതി. അത്തരം വാക്കുകൾ അള്ളാഹു നമ്മളെ വിജയത്തിലാക്കട്ടെ. അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ, സ്വഹാബത്തെ എങ്ങനെയാണ് അവിടുത്തെ സ്നേഹിച്ചത്? സ്വഹാബത്തെ എങ്ങനെയാണ് അവിടത്തോട് മഹബത്ത് വെച്ചത്? കേവലം ഈ കൊല്ലമുള്ള ഈ റബീഉൽ അവൽ കൊണ്ട് മാത്രമല്ല അവരുടെ സ്നേഹം. അവിടെ അങ്ങനെ പറഞ്ഞു കൊടുക്കിട്ട്
എങ്ങനെ ഈ കൊല്ലമുള്ള ഈ റബീഉൽ അവ്വൽ 12 ഒരു ദിവസത്തെ സ്നേഹം മാത്രമല്ല, 365 ദിവസം അവർ സ്നേഹിച്ചിരുന്നു. അത് ഏത് രൂപത്തിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി ഇപ്പോൾ ഇവിടെ പറഞ്ഞത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബത്ത് സ്നേഹിച്ചാണ് ഇപ്പോൾ മൂപ്പര് പറഞ്ഞത്. മറ്റേത് പറഞ്ഞില്ല കേട്ടോ. ഗസാലി ചൊല്ലിയ അല്ലെങ്കിൽ ഗസാലിയുടെ വരിക്ക് ആണ് ഇദ്ദേഹം എഴുതിയതെന്ന് പറഞ്ഞു. ഗസാലിൻ്റെ വരി എന്താണെന്ന് പറഞ്ഞില്ല. ഇതൊക്കെ ഈ സാധുക്കൾ വിശ്വസിക്കുകയാണ്. സാധുക്കളെ ചോദിക്കണം ഏതാണ് വരി എന്ന് ചോദിക്കണം. ലഫ്തും വെച്ചിട്ട് അർത്ഥം വെപ്പിക്കണം. അവിടെ കേട്ടെ. ഇവിടെ ഇപ്പോൾ സ്വഹാബാക്കൾ സ്നേഹിച്ച പോലെ, ആരെ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വഹാബാക്കൾ സ്നേഹിച്ച പോലെ എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഏത് സ്വഹാബിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലൂദ്? ഏത് മൗലൂദാണ് ഇല്ലത്? മങ്കൂസാണോ, ഷറഫൽ അനാമാണോ, ബർസഞ്ചി ആണോ, ബദറാണോ, ഏതെങ്കിലും ഒന്ന്. അപ്പോൾ പറയും താല അൽ ബദ്ർ ചൊല്ലിയില്ലേന്ന് പറയും. താല അൽ ബദ്റു അലൈനാ മിൻ സനിആത്തിൽ ബദാഇ. അത് നിങ്ങൾ മൗലൂദ് കിതാബിലുണ്ട്, എഴുതി വെച്ചു എന്ന് എഴുതിയിട്ട് അത് തെറ്റാവണില്ല. അതിൻ്റെ അപ്പുറം നിങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും ചൊല്ലിണ്ടാക്കുന്നതും എഴുതി കൂട്ടിയതും അതാണ് തെറ്റ്, പച്ച നുണ, ശിർക്ക്. പറയും. സ്നേഹം അവരുടെ ജീവൻ തന്നെ അവർ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ പ്രിയപ്പെട്ടവരെ എടുത്തു കാണിച്ചുകൊണ്ടാണ് അവിടുത്തെ സ്നേഹിച്ചത്. ഭയങ്കര സ്നേഹമല്ലേ ഉണ്ടായത്? അതെ, അങ്ങനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിട്ട് ഏതൊരു സ്വഹാബിയാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഇല്ലാത്തൊരു നബിദിനം ആഘോഷിച്ചത്, ഒരു മൗലൂദ് ചൊല്ലിയത്, പറഞ്ഞു കൊടുക്കാത്തൊരു ദിക്ർ ചൊല്ലിയത്, സ്വലാത്ത് ചൊല്ലിയത്? പറഞ്ഞോളി. എണ്ണവും മണ്ണവും വെച്ചിട്ട് നിങ്ങളിങ്ങനെ ചെല്ലിക്കണ്ടല്ലോ. അപ്പം ഇതിപ്പോൾ അയാളുടെ മറവിൽ കാണില്ല. അതേതൊരു ഉറൂസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നട്ടപ്പിരാന്തായിരിക്കും. എന്തോട്ടെ, പറയും. ഭയങ്കര സ്നേഹമല്ലേ? റബീഉൽ അവ്വൽ 12 അന്ന് മദീനയിൽ വലിയ നബിദിന സമ്മേളനം നടന്നു. ഏത് മദീനയിലാണ് നബിദിനം നടന്നത്? അത് ഏത് ഗ്രന്ഥം കൊണ്ടാണ് തെളിയിക്കുന്നത്? ഒരു വാറോലയെങ്കിലും പറയണ്ടേ? ഇന്നേ വരെ ഒരു മൊയ്ലിയമാർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ല അതിനൊരു തെളിവ്. എന്നിട്ട് പറയുകയാണ് അല്ലാത്ത ജാതി. ആരാണ് നായകൻ? മുഹമ്മദ് മുസ്തഫ. നമ്മൾ വിചാരിച്ച റബീഉൽ അവ്വൽ 12 അന്ന് ദഫ് മുട്ടി പാട്ട് പാടുന്നൊക്കെ ഏതോ മുല്ലാക്കന്മാരുണ്ടാക്കിയ ഖുറാഫാത്താണെന്ന്. അല്ല, അതെ, മൊല്ലാക്കന്മാരുണ്ടാക്കിയ ഖുറാഫാത്ത് തന്നെയാണ്. അപ്പോൾ കുറച്ച് 100 കൊല്ലം അല്ലെങ്കിൽ 500 കൊല്ലം മുമ്പേ ഒരു മൊല്ലാക്കിയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് സത്യപ്പെടണമെന്നില്ല. അള്ളാഹിൻ്റെ റസൂലിൻ്റെ വാക്ക് അതിലെവിടെ ഇല്ല. ഒരു മൗലൂദിൻ്റെ കാര്യമോ നബിദിനത്തിൻ്റെ കാര്യമല്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ കലാമിൽ അങ്ങനെ ഒരു സാധനമല്ല. ഇല്ലേ, ബിദ്അത്താണ്, തള്ളും ഞങ്ങൾ. നല്ല വാക്കൊക്കെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത്. ഇതിനൊക്കെ എങ്ങനെ സഹോദരന്മാരെ നല്ല വാക്ക് മരിച്ചു കൂടത്ത്? ഇത് സ്വഹാബത്തും നബിതങ്ങളും ചെയ്ത് കാണിച്ചതാ. റബീഉൽ അവ്വൽ 12 അന്നേ ഒരു തിങ്കളാഴ്ചയാണത്. തിങ്കളാഴ്ച ചേർന്ന് വന്നു. കണ്ടോ കൂട്ടിമാറ്റിയതുണ്ട് നിങ്ങൾ? റബീഉൽ അവ്വൽ 12 അന്ന് തിങ്കളാഴ്ചയാണ്, ഒരു തിങ്കളാഴ്ചയാണ്. ആ തിങ്കളാഴ്ചയാണ് റസൂലുള്ള ജനിച്ചത് എന്നുള്ളതിന് സംശയമൊന്നുമില്ല. റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്, തിങ്കളാഴ്ച നിങ്ങൾ നോമ്പെടുത്തോ, അന്നാണ് ഞാൻ ജനിക്കപ്പെട്ടത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. വ്യാഴാഴ്ച നോമ്പെടുത്തോളാൻ പറഞ്ഞ റസൂലുള്ള തിങ്കളാഴ്ച നോമ്പെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ജനിച്ചെന്നും പറഞ്ഞിട്ടുണ്ട്. അത് റബീഉൽ അവ്വൽ 12 ആരെ ചെങ്ങായി എന്നോട് പറഞ്ഞതെന്ന്? എന്തിനാ ഈ പാവങ്ങളോട് എന്നാണ് അറിയണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് മുന്നിട്ട് വരുമ്പോൾ അവിടെ നിന്ന് വരുന്നതിൻ്റെ കിലോമീറ്ററുകൾക്ക് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ് സ്വഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി ഊഴം വച്ചിട്ട്, നീ ആദ്യം കയറ്, ഇത്ര സമയം കഴിയുമ്പോൾ ഇറങ്ങണോട്ടോ, ഇനി എനിക്ക് കയറാനുള്ളതാണ്. എന്തിനാ കയറുന്നത്? ദൂരെ നിന്നിട്ട് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് വരുന്ന വരവൊന്ന് ഫസ്റ്റ് കാണാൻ എനിക്ക് കാണണമെന്ന് സ്വഹാബത്ത് ഈത്തപ്പനയുടെ മുകളിൽ കയറി. ഞാൻ ചോദിക്കട്ടെ, ഏത് ആയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈത്തപ്പനയുടെ മുകളിലേക്ക് പഠിച്ചേറിയത്? അങ്ങനെ ആയത്തുണ്ടോ? ഈത്തപ്പനയുടെ മുകളിൽ കയറുന്നത് അതൊരു പുണ്യമുള്ള പ്രവൃത്തിയാണെന്നുള്ളത് എവിടെ പറഞ്ഞിരിക്കുന്നത്? മതത്തിലൊരു അമലാണെന്നുള്ളത് ആരെ പറഞ്ഞിരിക്കുന്നത്? അതിന് ഇത്ര വലിയ സുന്നത്താണെന്നുള്ളത് ആരെ പറഞ്ഞിരിക്കുന്നത്? നബിദിനം ആഘോഷിക്കാത്തവന് ബിദ്അയാണ്, മുബ്തദിയാണ്. ഞാനൊക്കെ മുബ്തദിയാണെന്നല്ലേ പറഞ്ഞത്? കുറെ ആളുകൾ വിട്ടു നിൽക്കുന്നുണ്ട്. പിന്നെ തീരെ വിട്ടുനിൽക്കാൻ പറ്റാത്ത കുറെ സാധുക്കളുണ്ട്. പോലും നടത്തട്ടെ. വരുമ്പോൾ ഈത്തപ്പനയുടെ മുകളിൽ കയറണമെന്ന് എന്താണത്? അത് ഒരു തരം ഹുബ്ബാണ്, അത് സ്നേഹമാണ്. ഈത്തപ്പനയുടെ മുകളിൽ കയറലൊരു ഹുബ്ബാണ്. അതെന്ത് ഹുബ്ബാണ്? റസൂലുള്ളാഹിനെ ഒരു നോക്കി കാണുക എന്നുള്ളതൊക്കെ അന്ന് സ്നേഹിക്കുന്ന ആളുകൾ നിങ്ങൾ എന്താ കാട്ടുന്നത്? ഈത്തപ്പനയുടെ മുകളിൽ കയറുന്നല്ലോ. ഇനി ഈത്തപ്പനയുടെ മുകളിൽ കയറി നിങ്ങൾക്ക് റസൂലുള്ളാഹിനെ കാണുന്നില്ല. നിങ്ങൾ എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എന്തെങ്കിലും ഒന്നന്ന് ചെയ്യുന്നുണ്ടോ? എന്നിട്ട് പറയും. മദീനയിലേക്ക് ഇങ്ങോട്ട് മുന്നിട്ട് വന്നു. സ്വഹാബത്തിന് ഭയങ്കര ആശ്വാസം. മുന്നിട്ട് വരുന്നത് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിർത്തണം എന്താണെന്നറിയോ? അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പറയണ ഭാഗം പറയാം, അതിൻ്റെ മുമ്പ് പറഞ്ഞത് പറയാതെ വിടും. അതുകൊണ്ടാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കല്ല. അതായത് അതാണ് ഇത്ര സ്നേഹം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു കാര്യമാണോ നമ്മോട് കൽപ്പിച്ചത്, ആ കൽപ്പിച്ചോടത്ത് നിൽക്കുക. വിലക്കാണോ ഒഴിവാക്കുക. നമ്മൾ ചെയ്യാൻ പറഞ്ഞ കാര്യമാണോ അത് ചെയ്യുക. ആ റസൂലുള്ളാഹിനെ ഇത്തിബാഅ് ചെയ്യാൻ പറ്റണമൊക്കെ ഇത്തിബാഅ് ചെയ്യുക. ആ റസൂലുള്ളാഹിനെ ഇത്താഅത്ത് ചെയ്യാൻ പറ്റണത്തോളം ഇത്താഅത്ത് ചെയ്യുക. ജീവിതം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയിൽ
അള്ളാന്റെ തൃപ്തിക്കായിട്ട് അങ്ങനെ ജീവിക്കുക, അതൊക്കെയല്ലേ ഈ പറഞ്ഞു കൊടുക്കേണ്ടത്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഈ പൊട്ടപ്പോയത്തം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ആ പറയും കാക്കുവോ. ത്തിന് ഭയങ്കര ആശ്വാസമായി. അവരവിടെ ഇവിടെയൊക്കെ കിടന്ന് ദഫൊക്കെ എടുത്തുകൊണ്ട് വന്നു. ഉണ്ടാ പോഷാത്തിൽ നമ്മൾ ദഫ് പാടുന്നത് എന്തിനാ? റബീഉൽ അവ്വൽ 12-ന് അൻസ്വാറുകളായ സ്വഹാബത്താണ് ഈ ദഫ് എടുത്തുകൊണ്ട് വരുന്നത്. നമ്മളെപ്പോലെ ലോ ക്ലാസ് പാർട്ടിയല്ല. നിങ്ങൾ ആരുടെ പിന്നാലെ നടക്കണം? നിങ്ങൾ ആരുടെ പിന്നാലെ നടന്നാലാണ് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുന്നത്? ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. അവരുടെ പിന്നാലെ നടക്കണം നിങ്ങൾ. അവരുടെ പിന്നാലെ അത് വിശദീകരിച്ച് കൊടുക്കുന്നാലേ നിങ്ങൾ ഈ ഒരു അറബി വാക്കാണ്ട് പറഞ്ഞു വന്നിട്ട് പിന്നാലെ നടക്കണം എന്നാണ്ട് പറയും. ഈ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും അരമുഹാജിറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നവർ, മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നവർ. ആരാണ് അൻസാറുകൾ? അൻസാറുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വരുമ്പോൾ അവിടെ അവർക്ക് ജീവിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്ത്, അവരെ മറ്റുള്ള കാര്യങ്ങളെല്ലാം, വീടും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത്, അതിന് വിശദീകരിക്കേണ്ടതില്ല. അവരാണ് അൻസാറുകൾ. അവരെ തന്നെ നമ്മൾ പിന്തുടരേണ്ടത്. അതന്നെയല്ലേ സ്വഹാബത്ത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏത് സ്വഹാബിയാണ് എൻ്റെ പൊന്നാര ഹബീബേ നബിദിനം നടത്തിയത്, മൗലൂദ് മങ്കൂസും കുങ്കൂസും മങ്കീസും ഓതിയത്? അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇത് എല്ലാ വീഡിയോയിലും ഇതിങ്ങനെ ചോദിപ്പിക്കണോണ്ട് ആളുകൾക്ക് വെറുക്കുന്നുണ്ടോ? വേഗം പറഞ്ഞേ. പിന്നാലെ നടന്നാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും. റബീഉൽ അവ്വൽ 12-ൽ അൻസാറുകളായ സ്വഹാബത്ത് ദഫ് അന്വേഷിക്കാൻ തുടങ്ങി, ദഫ് മുട്ടി പാട്ടുപാടാൻ. എന്തിന്? അൻസാറുകൾ ദഫ് മുട്ടിയത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നു എന്നുള്ള ആ റിപ്പോർട്ടിനെ കുറിച്ച് തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ഓക്കെ, അവിടെ റബീഉൽ അവ്വൽ 12 പ്രമാണിച്ച് നബിദിനം പ്രമാണിച്ചാണോ ഒരു ദഫ് മുട്ടിയത്, അതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരവ് പ്രമാണിച്ചാണ്? എന്താണ് ദഫ് മുട്ടി പാടി സ്വീകരിക്കാൻ മുഹമ്മദ് മുസ്തഫാനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് റബീഉൽ അവ്വൽ 12-ന്റെ എന്ന് തിങ്കളാഴ്ച അവിടുത്തെ ജനനദിനമാണെന്ന് നമ്മളെക്കാൾ കൂടുതൽ അവർക്കറിയാമല്ലോ. അവിടുന്ന് മദീനയിലേക്ക് കയറി വരുന്ന സന്തോഷത്തിന്റെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പടപ്പാട്ടാണ് പാടാൻ പോകുന്നത്. സഹാബത്ത് ദഫുമുട്ടി പാടാൻ തുടങ്ങിയല്ലോ. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ. മൗലിദ് കിതാബിൽ നമ്മൾ പാടാറില്ലേ, നമ്മൾ പറയാറില്ലേ, ഇതേതെങ്കിലും മല്ലാഖമാർ എഴുതിയുണ്ടാക്കിയതല്ല, ഇത് മഹാന്മാർ. നിർത്ത്, ഞാൻ കാര്യം പറയട്ടെ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് മല്ലാക്കന്മാരെ എഴുതിയതല്ല. അന്ന് അൻസാറുകൾ പാടിയ അതെടുത്തിട്ട് നിങ്ങൾ മൗലൂദ് കിതാബിൻ്റെ ഇടയിലായിട്ട് തിരികിയാൽ ആ മൗലൂദ് കിതാബ് മൊത്തം സത്യപ്പെടുമോ? ഇതിങ്ങനെ നബിദിനം പ്രമാണിച്ച് ചെല്ലാൻ അതിന് തെളിവുണ്ടോ? ഇത് ചെല്ലിയ കുറ്റമുണ്ടോ കുറ്റമില്ല, അതൊക്കെ മറ്റൊരു കാര്യം. ആ മൗലൂദ് കിതാബിൽ ഇതല്ലാണ്ട് വേറെന്താണ്? പിന്നെ ഒരു സലാത്തും ഉണ്ടാവും, വേറെന്താണുള്ളത്? 2 ആയത്തും ഉണ്ടാവും. വേറെ കംപ്ലീറ്റ് കള്ളക്കഥ ശിർക്കും വിധത്തും അല്ലേ? എന്താണ് അൻസാറുകളായ സഹാബത്ത് എഴുതിയുണ്ടാക്കിയ വരികളാണ്. സഹാബത്തിന്റെ മൗലിദാണ് ത്വലഅൽ ബദ്റു അലൈനാ. നബിതങ്ങൾ മുന്നിൽ നിൽക്കുകയാണ്. നഹ്നു ജിവാരിൻ മിൻ ബനിൻ നജ്ജാരി യാ ഹംബദാ മുഹമ്മദുൻ ജാരി. പറയാതിരിക്കാൻ കഴിയില്ല സഹോദരന്മാരെ. അത് നബിദിനോ മൗലൂദോ അല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോൾ ഉള്ളതാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മുന്നിലിരിക്കുന്ന ആളുകളെ അടുത്ത് പറഞ്ഞോളൂ. നബിയേ, അങ്ങയുടെ വരവിൽ സന്തോഷമാണ് നബിയേ, ആഹ്ലാദമാണ് നബിയേ. റബീഉൽ അവ്വലിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാതിരിക്കാൻ പറ്റൂല നബിയേ എന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആരെങ്കിലുമൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. കേട്ടിട്ടില്ലെങ്കിൽ അത് സംബന്ധിച്ച് നമുക്ക് ഒരു വീഡിയോ തന്നെ ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവും അങ്ങോട്ട് കടന്നു വന്നപ്പോൾ ചൊല്ലിയ ആ ബെയ്ത്ത് എടുത്തിട്ടാണ് ഇവർ നബിദിനത്തിന് തെളിവ് എന്നും പറയുന്നത്. എൻ്റെ മുഖാമുഖം നടക്കുമ്പോൾ പലയിടത്തും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആളുകൾ ഓടി നടന്ന് ചോദിക്കല്ലേ, നബിദിനത്തിനൊരു ഹദീസുണ്ടോ, നബിദിനത്തിനൊരു ആയത്തുണ്ടോ, ഒരു അസറുണ്ടോ എന്ന് ചോദിച്ച് നടക്കല്ലേ. എന്നാൽ എൻ്റെ അവിടുന്ന് ഓരോന്നും കൊടുക്കാത്തത് ഈ നോണ അതേതോ പട്ടിക്കാട് പോയിട്ട്, പട്ടിക്കാട് എന്ന് പറഞ്ഞാൽ നമ്മളെ പട്ടിക്കാടല്ല കേട്ടോ, അങ്ങനത്തെ ഒരു കാടില്ലേ, അവിടെ പോയിട്ട് വിടുവായത്തം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ട് ദഫ് മുട്ടിക്കൊണ്ട് പാട്ടുപാടുന്നത് പ്രായമുള്ളവരാണ്, ചെറുപ്പക്കാരാണ്, കുഞ്ഞുമക്കളാണ്. വീട്ടിൽ നിന്ന് ഉമ്മമാരെല്ലാവരും ഇറങ്ങി വന്നുകൊണ്ടാണ് മദീനയിൽ സ്വാഗതം ചെയ്യുന്നത് പരിശുദ്ധ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പാട്ടങ്ങ് കേട്ടപ്പോ എൻ്റെ പ്രിയമുള്ളവരെ, ഒട്ടകത്തിന്റെ പുറത്തു നിന്ന് ഇറങ്ങി വന്നു പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം.
ദഫ്മുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിന്റെ അൻസാറുകളായ സ്വഹാബത്ത് ഹുബ്ബുൽ അൻസാരി മിനൽ ഈമാൻ. വലിച്ചു നീട്ടിയിട്ട് കാര്യമല്ല. ആ ഇറങ്ങി വന്നതും ആ ചെന്നതും ഇരുന്നതും ഒക്കെ റെക്കോർഡാണ്. അത് സീറയിലാണെങ്കിലും ഉണ്ട്, ഹദീസ് ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ സഹാബാക്കളുടെ റിപ്പോർട്ടുകളായിട്ട് അത് വേറെയും ഉണ്ട്. അതിലൊക്കെ ഉള്ളത് എന്താണ്? മക്കയിൽ നിന്ന് മദീനയ്ക്ക് വന്നു നബിദിനല്ല, മൗലൂദല്ല, ചോറ് തിന്നലല്ല, ഇറച്ചിണ്ടാക്കലല്ല. എന്താണ് മൊയ്ലിയരെ, എന്ത് പൊട്ടപ്പോയത്താണ് നിങ്ങൾ ഈ പറയണത്? ആ കോലത്തിലൊരു മനസ്സല്ലേ അല്ലേ? കാണാനൊക്കെ ചൊറുക്കുണ്ട്. എന്താണ് നിങ്ങളെ തലയിൽ ഇങ്ങനെ കളിമണ്ണായി പോയത് മനുഷ്യന്മാരെ? കാണുന്നവരെടുത്തല്ലേ? നിങ്ങൾ അൻസാറുകളായ സ്വഹാബത്തിനോട്, ഏതായി അൻസാറുകൾ? റബീഉൽ അവ്വൽ 12 എന്ന് ദഫ്മുട്ടി പാട്ടുപാടി സ്വാഗതം ചെയ്ത, നബി തങ്ങളെ സ്നേഹിച്ച് പാട്ടുപാടിയ അൻസാറുകളോട് നിങ്ങൾക്ക് സ്നേഹമാണെങ്കിൽ അത് മിനൽ ഈമാൻ. ശരി, അന്ന് റബീഉൽ അവ്വൽ 12 ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ശരി, റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നത് കാരണമായി കണ്ടാണോ ആ പാട്ടുപാടി സ്വീകരിച്ചത്, അതോ നബിദിനമായത് കൊണ്ടാണോ? ഇപ്പം മൗലൂദ് ചൊല്ലിയിട്ട് റസൂലുള്ളാനെ മൗലൂദിന് സ്വീകരിച്ചു, തിങ്കളാഴ്ചയാണ് റബീഉൽ അവ്വൽ 12 ആണെന്നൊക്കെ പറഞ്ഞല്ലോ, അത് നബിദിനം പ്രമാണിച്ചാണോ? അത് മിനൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെന്നതിന്റെ അടയാളമാണെന്ന് ഈമാൻ നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, അവരോടും അവരുടെ നേതാവായ ഹബീബിനോടും സ്നേഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ റബീഉൽ അവ്വൽ അടങ്ങിയിരിക്കാത്തത്. ഞങ്ങൾ പലരും കളിയാക്കുന്നുണ്ട്, ഞങ്ങൾ പലരും ആക്ഷേപിക്കുന്നുണ്ട്, വാട്സപ്പിൽ പല മെസ്സേജും അയക്കുന്നുണ്ട്, പല വീഡിയോ ക്ലിപ്പും അയക്കുന്നുണ്ട്, ഞങ്ങളത് കാണൂല്ല. അല്ലാ, നിങ്ങൾ കുറച്ച് ആളുകൾ അതിങ്ങനെ കൂട്ടി ചെയ്യുന്നുണ്ടാവും. അതിനൊന്നും ഒരു നിവൃത്തിയില്ല. ലോകത്ത് 900 മതങ്ങളും വിശ്വാസങ്ങളും ജാതികളും എല്ലാം ഉണ്ട്. അവരുടേതായിട്ട് പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇസ്ലാമിൻ്റെ പേരിൽ നിങ്ങൾ ഈ നടത്തുന്ന സാധനം ഉണ്ടല്ലോ, ഇതിന് യാതൊരു അടിസ്ഥാനമില്ല. ഖുർആൻ കൊണ്ടോ സ്വഹിയായ ഹദീസ് കൊണ്ടോ അസാറു സഹാബ കൊണ്ടോ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളുടെ ഗ്രന്ഥങ്ങൾ കൊണ്ടോ തെളിയിക്കാൻ കഴിയില്ല. പിന്നെ നിങ്ങളെ ഈ പാട്ടുപുസ്തകം കൊണ്ടായിട്ട് തെളിയല്ലേ ഇപ്പത്? ഞങ്ങൾക്കത് കേൾക്കാൻ പോലുമുള്ള മനസ്സില്ല. അല്ലാ റബ്ബേ, നിന്റെ ഹബീബിനെ സ്നേഹിക്കണ്ട എന്ന് പറയുന്ന, നിന്റെ ഹബീബിനോട് മഹബത്ത് വേണ്ട എന്ന് പറയുന്ന, നിന്റെ ഹബീബിന്റെ സ്വലാത്ത് വേണ്ടെന്ന് പറയുന്ന, റസൂലുള്ളാഹിനെ സ്നേഹിക്കണ്ട എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ, മുഅ്മിനെ കാണിച്ചു തരാൻ കഴിയോ? റസൂലുള്ളാഹിനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ചത് ആരാണ്? റസൂലുള്ള തന്നെയാണ്. ഏതുപോലെ? സ്വന്തം നഫ്സിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ, ഭാര്യ സന്താനങ്ങളെക്കാൾ, ലോകത്തുള്ള ഏതൊരു മനുഷ്യനേക്കാളും കൂടുതൽ സ്നേഹിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയാണ്. പിന്നെ റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തില്ല എന്നാണ് പറഞ്ഞത്. ഏതൊരു മുസ്ലിമാണ് റസൂലുള്ളാഹിന്റെ പേരിൽ സ്വലാത്തില്ലാതിരിക്കുക? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അടക്കം അറിയാം അതൊക്കെ. എന്നിട്ടാണ് ഈ മൂത്തുണ്ടായി കൊണ്ട് നടക്കുന്ന ആൾക്കാർ. അവരുടെ വാക്ക് ഞങ്ങളുടെ കാതിന് കേൾക്കാൻ പറ്റൂല റബ്ബേ, ഞങ്ങൾക്കത് കേൾക്കണ്ട. അത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹൃദയമടച്ചവരും കാതടച്ചവരും അതിൽപ്പെട്ട നിങ്ങൾ മാറൂല. നിങ്ങൾ എത്ര തന്നെയാണ് സത്യം ഓതി തന്നാലും ഇല്ല. ഞങ്ങൾ ഖുറാഫികള്, കുബൂരികള്, അന്ധവിശ്വാസികള്, ആയിക്കോ പറ കണ്ട അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അത്തരം വാട്സപ്പ് മെസ്സേജുകളെ അല്ലാഹുവേ ഡിലീറ്റ് ആക്കി കളയുന്നവരാണ് മുഅ്മിനീങ്ങൾ. അത് നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ഇങ്ങനെ ഡിലീറ്റ് ചെയ്യാം. ഈ യൂട്യൂബ് എങ്ങനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യാം? ഇത് ഉള്ളിടത്തോളം കാലപ്പെടെ ഉണ്ടാവും. ഞാനൊക്കെ മരിച്ചാലും ഇതിവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങളെയൊക്കെ മേലെ ഇടുത്തി വീണുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. ബുദ്ധി ബോധമുള്ളവർക്ക് മനസ്സിലാവും. പറഞ്ഞോ. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണേ അല്ലാ. നമുക്ക് തർക്കിക്കാൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ല മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് തർക്കിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള തർക്കം തുടങ്ങിയാൽ എവിടെയാണെങ്കിലും വേണ്ടില്ല. അസ്സലാമു അലൈക്കും, പിന്നെ കാണാം. കുറച്ച് തിരക്കുണ്ട്. അതെന്തുകൊണ്ടാണെന്നറിയോ? മറുപടി ഇല്ലാത്തതുകൊണ്ട് അസ്സലാമു അലൈക്കും, ഞാൻ പോകുകയാണ് കേട്ടാ, പിന്നെ കാണാം കേട്ടോ, നാളെ കാണാം, മറ്റന്നാൾ കാണാം, അല്ലെങ്കിൽ നബിദിനെ കഴിഞ്ഞിട്ട് കാണാട്ടോ. എന്തുകൊണ്ടാണ് അവിടെ നിന്നുകൊണ്ട് ആ പറയുന്നത് തെറ്റാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് വസ്തുതാ വിരുദ്ധമാണ് നിങ്ങൾ പറയുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ആദർശം കൊണ്ട്, അതൊരു ആദർശമില്ലായ്മയാണെങ്കിൽ ആദർശം കൊണ്ട് നേരിടാൻ കഴിയാത്തത്? ആദർശത്തെ അല്ല ആദർശം കൊണ്ട് നേരിടുക, ആദർശമില്ലായ്മയാണ് ആദർശം കൊണ്ട് നേരിടുക. ഇത് ആദർശമായതുകൊണ്ടല്ലേ ആദർശമില്ലാത്ത നിങ്ങൾ മൂടും തട്ടിപ്പോണത്, പൊട്ടിയും തട്ടിയിട്ട് നീച്ചു പോണത്. അസ്സലാമു അലൈക്കും, ഇതൊന്നും അറിയില്ല കേട്ടോന്ന്. അപ്പോഴും അവിടെ നുണർന്നോ? അങ്ങനെ പറഞ്ഞവരെടുത്ത് സലാം പറയാൻ മൊയിലേരങ്ങള് വിധേയികളല്ലോ, വല്ലത്തെ അതി. നമ്മുടെ ദുനിയാവ് ആഹുർ രക്ഷപ്പെടൂ, പറയുന്നവർ പൂക്കോട്ടെ, നമുക്കെന്താ? അള്ളാഹു നമ്മളെ കാക്കട്ടെ.
അപ്പോൾ അവിടുത്തെ സ്വീകരിച്ച അൻസാറുകളായ സ്വഹാബത്ത് ഫഖറജ ഇലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഫ് മുട്ടി പാട്ടുപാടിയ സ്വഹാബത്തിനിടയിലേക്കാണ് കയറി ചെന്നു, അങ്ങോട്ട് ഇറങ്ങിച്ചെന്നു. ഇവ നബിദിന വിരോധികളായ കുറച്ച് ആൾക്കാരുണ്ടാവും, നമുക്ക് അവരോട് വൈരാഗ്യം വിഷമമൊന്നുമില്ല. നിങ്ങൾ വൈരാഗ്യം വിഷമം വെച്ചിട്ട് കാര്യമല്ല. നബിദിന വിരോധികളല്ല, നബിയെ പ്രണയിക്കുന്നവരാണ്, നബിയെ സ്നേഹിക്കുന്നവരാണ്, ഹുബ്ബ് വെക്കുന്നവരാണ്, ഇഷ്ക് വെക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് അത് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത്? ഒന്നുമില്ല. ഒരു സ്വഹാബി റസൂൽ ആഘോഷിക്കൊന്നും വേണ്ട, ലക്ഷത്തിച്ചിലാണ് സ്വഹാബികൾ, ഒരു സ്വഹാബി ആഘോഷിക്കുന്നത് തെളിയിച്ചാണ്ടല്ലോ നിങ്ങളുടെ നാട്ടിൽ ഞാൻ ഉണ്ടാവും. ഇത് കുലു തക്ബീർ അല്ലാഹു അക്ബർ, യാ നബി സലാം അലൈക്കും പറയാം. ഇല്ല, നമ്മളെപ്പോലെ അവരും സ്വലാത്ത് പാടണം, അവരും ഈ നിഅമത്തിൽ സന്തോഷിക്കുന്ന കാര്യത്തിൽ എന്തിനാ തർക്കം? എൻ്റെ പ്രിയപ്പെട്ടവർ, ഒരു നിഅമത്തല്ലേ, വെറും നിഅമത്താണോ? അൻ-നിഅമത്തുൽ കുബ്ര, ഏറ്റവും വലിയ നിഅമത്തല്ലേ പരിശുദ്ധ റസൂൽ. അതിലൊന്നും സംശയമില്ല. എൻ്റെ മൗലിയരെ, നിങ്ങൾ എന്തിനാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനത് തെറ്റിക്കണത്? എന്തിനാണ്? റസൂലുള്ളാന്റെ കാര്യത്തിൽ സംശയമില്ല. റസൂലുള്ളാനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. റസൂലുള്ള നിഅമത്താണ്, ഒരു സംശയമില്ല. പക്ഷെ അത് ആഘോഷിക്കാൻ ആരെയും നിങ്ങളോട് പറഞ്ഞത്? എന്തിനാ നിങ്ങളത് ചെയ്തത്? മൗലൂദിയാലെടുത്താണല്ലേ, അതെന്തായാലും അധികം ഒന്നും നിൽക്കൂല. അപ്പോൾ ഈ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവരിലേക്കാണ് ഇറങ്ങിച്ചെന്നു. ആരിലേക്ക്? ദഫുമൊട്ടി പാട്ടുപാടിയ കാക്കാമാരുടെ അടുത്തേക്ക്, സ്വഹാബത്തിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് എന്താ പറഞ്ഞത്? അവിടെ നിന്ന് എന്തു പറഞ്ഞു അവരോട്? നിങ്ങൾ എന്ത് കിർക്കാണി കാണിക്കുന്നത്? ഇത് കൊടുത്ത ഹറാമാണ്, ശിർക്കാണ്, ഇപ്പം തന്നെ പൊന്നാലിയിലേക്ക് പോകണം എന്നാണോ പറഞ്ഞത്? അതിന് അവിടെ നബിദിനാഘോഷമാണോ നടന്നിരുന്നത്? അതോ റസൂലുള്ള ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ താല അൽ ബദറു ചൊല്ലിയിട്ട് സ്വീകരിക്കുകയാണ് ചെയ്തത്? പ്രിയമുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. മൗലൂദ് കിതാബിൻ്റെ ഉള്ളിൽ ഈ സാധനം കൊണ്ടുവച്ച് കുണിച്ചിട്ട് മൗലൂദ് കിതാബ് മൊത്തം ശരിയാവൂല. പറഞ്ഞോ? അല്ല, എന്താ പറഞ്ഞത്? അതുഹിബ്ബൂനി, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടോ? നിങ്ങളുടെ ഈ ആഹ്ലാദവും സന്തോഷമൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്നോട് വലിയ മഹബത്തുള്ളത് പോലെ തോന്നുന്നല്ലോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. നിങ്ങൾക്ക് എന്നോട് സ്നേഹമുണ്ടോ, ഇഷ്ടമുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു വല്ലാഹി വല്ലാഹി. എന്താ സംശയം നബിയെ? അങ്ങയോട് ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾ ഈ റബീഉൽ അവ്വലിൽ 12 പാട്ടുപാടി അങ്ങയെ മദീനയിലേക്ക് സ്വീകരിക്കുന്നത്. വല്ല അപ്പം അത് സ്വീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് വേറൊന്നുമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. റസൂലുള്ള മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നു. ഓക്കെ, അതിന് പ്രശ്നമില്ലേ? പറയാം. ഇഷ്ടമുണ്ട് ഞങ്ങൾക്ക്. അപ്പം എന്താ പറഞ്ഞത്? ഞാൻ നിങ്ങളോട് വലിയ ഇഷ്ടമുള്ളവരാണ്, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് 3 വട്ടം സലാസൻ ആവർത്തിച്ചു ഇമാം ബൈഹഖി തങ്ങൾ അവിടുത്തെ ദലായിലിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊന്നും ഇവിടെ വിരോധമല്ല. ഇത് പ്രസ്തുത പരിപാടിക്ക് തെളിവാവുന്നത് എങ്ങനെ? പറഞ്ഞോ? തൊലഅൽ ബദ്ർ പാടിയിട്ട് സഹീഹായ ഹദീസുകളിൽ അവിടുത്തെ സഹാബത്തിന്റെ തൊലഅൽ ബദ്ർ എന്നുള്ള പാട്ടും സഹീഹായ ഹദീസിൽ കാണാം. കണ്ടോട്ടെ, അത് നബിദിനത്തിനാണോ? ഇതൊന്നും എന്തെങ്കിലും ലേഖനം വായിക്കല്ല, ഇത് ഹദീസിന്റെ കിതാബിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയിട്ടുള്ള. ഏത് ഹദീസാണ്? ധൈര്യം പറഞ്ഞ ഏതാണ് ഹദീസ്? ഗ്രന്ഥം പറയാം, ഹദീസ് നമ്പർ പറയാം. മഹാസംഭവങ്ങളാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ നന്മയിൽ ആരൊക്കെ ഭാഗവാക്കാകുന്നില്ലേ അവർക്ക് നന്മ തടയപ്പെട്ടവരാണ്, തൗഫീഖില്ലാത്തവരാണ്. ഇപ്പോൾ റബീഉൽ അവ്വൽ നടത്തുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ദഹന. പ്രിയമുള്ളവരെ, ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ നടത്തിയ ആ ഒരു വീഡിയോ ആണ് ഇത് എന്ന് പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ കുറച്ച് ഭാഗമുണ്ട്, നമുക്ക് കേൾക്കാം. അതിനു മുമ്പേ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. ഇതാ നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീഡിയോ. മൗലിദിൽ ഷിർക്കുണ്ടെന്ന് തെളിയിക്കാൻ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച ഒരു വഹാബിക്കും കഴിയില്ല, മൗലിദ് ന്യൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ ക്യാപ്ഷൻ. ഞാൻ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവൻ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അത് ഷിർക്കുണ്ട് എന്നുള്ളത് നമ്മൾ തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചുവട്ടിലേക്ക് വന്നാൽ സ്പീച്ച് ബൈ അബൂ ലുബാബ അബ്ദുൽ സലാം ബാക്കവി. അപ്പോൾ അബൂ ലുബാബ അബ്ദുൽ സലാം ബാക്കവിയാണ് ഈ സംഭവം പറഞ്ഞിട്ടുള്ളത്, ഇത്രയും നേരം പറഞ്ഞിരുന്നത് എന്നുള്ളതാണ്. അബൂ ലുബാബ അബ്ദുൽ സലാം ബാക്കവി വീണ്ടും കൊടുത്തിട്ടുണ്ട്. മലയാളത്തിൽ അബൂ ലുബാബ അബ്ദുൽ സലാം ബാക്കവി എന്ന് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണാം മൻസൂർ മണ്ണാർക്കാട്, അത് ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ മൗലിദ് ഓതൽ ഷിർക്കാണെന്ന് പറയുന്നവർ ലോക പൊട്ടന്മാർ എന്ന് എഴുതിയിട്ടുണ്ട്. ആർക്കും ആരോ പൊട്ടെന്നൊക്കെ വിളിക്കുക. പിന്നെ പൊട്ടനെ പൊട്ടാന്ന് വിളിക്കേണ്ട ആവശ്യമില്ല, പൊട്ടനാണല്ലോ.
മൗലിദിൽ ഷിർക്കുണ്ടെന്ന് തെളിയിക്കാൻ ഉമ്മയുടെ മുലപ്പാൽ കുടിച്ച ഒരു വഹാബിക്കും കഴിയില്ല. ചങ്കൂറ്റത്തോടെ വെല്ലുവിളിച്ച് അബൂ ലുബാബ ഉസ്താദ് മുജാഹിദ് മൗലവി മൻസൂർ മണ്ണാർക്കാട് പോലും ഇതിന് മറുപടി പറയില്ല. ഞാനിതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്, കൂടുതൽ ഇനി ഞാൻ പറയുന്നില്ല. സഹോദരന്മാരെ, ഇതൊക്കെയാണ് ഇവരുടെ അവസ്ഥ. അപ്പോൾ മുജാഹിദ് മൗലവി ഏതർത്ഥത്തിലാണ് എന്നെ മുജാഹിദ് എന്ന് പറഞ്ഞതെന്ന് ഇവർ പറയേണ്ടതുണ്ട്. KNM അതുപോലെ വിസ്ഡം അതുപോലെയുള്ള മുജാഹിദ് സംഘടനകളുടെ പേരിൽ കൂട്ടിയിട്ടാണെങ്കിൽ അവരൊക്കെ എനിക്ക് ഇഷ്ടമാണ്. അവരുടെ ഒന്നും ആളല്ല ഞാൻ. എന്നാൽ യഥാർത്ഥ മുജാഹിദ് എന്നുള്ള നിലക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെക്കുറിച്ച് ഒന്നുകൂടി ചോദിച്ച് പഠിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് എൻ്റെ പ്രയാണത്തിന് ഊർജ്ജമേകുന്നത് എന്ന സത്യം നന്ദിയോടെ ഓർമ്മിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.